Hi all, welcome to this video. So last video നമ്മൾ പഠിച്ചത് ഫയൽസിനെ മാനേജ് ചെയ്യുന്ന ലിനക്സ് കമാൻഡ്സ് ആണ്. So in this video we will be discussing about how to manage directories. ലിനക്സിൽ എങ്ങനെയാണ് കമാൻഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഡയറക്ടറീസിനെ മാനേജ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് ലിനക്സിൽ 3 ടൈപ്പ് ലിനക്സ് അല്ലെങ്കിൽ യൂണിക്സിൽ 3 ടൈപ്പ് ഫയൽസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തത് ഫയൽസ് നോർമൽ ഫയൽസ് ആണ്. സോ ആ നോർമൽ ഫയൽസ് എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കി. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഡയറക്ടറീസ് ആണ്. ഡയറക്ടറീസ് എന്ന് പറഞ്ഞാൽ ഫോൾഡറിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, സോ ഹൗ ടു മാനേജ് ദീസ് ഡയറക്ടറീസ് ഇൻ ലിനക്സ്, ദാറ്റ്സ് വാട്ട് വി ആർ ഗോയിങ് ടു ലേൺ ഇൻ ദിസ് പെർട്ടിക്കുലർ സെഷൻ. സോ ഡയറക്ടറി എന്ന് പറയുന്നത് ദ സോളോ ജോബ് ഓഫ് ഡയറക്ടറി ഈസ് ടു സ്റ്റോർ ദ ഫയൽ നെയിംസ് ആൻഡ് റിലേറ്റഡ് ഇൻഫർമേഷൻ. ഒരു ഡയറക്ടറിയിൽ എന്തുണ്ടാവും? ഫയൽ നെയിംസ് ഉണ്ടാവും, അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടാവും. അപ്പോൾ ഡയറക്ടറി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളെ മൈൻഡിലേക്ക് വരേണ്ടത് ഒരു ഫോൾഡറാണ്. ആ ഫോൾഡറിൽ ഒരുപാട് ഡിഫറെൻറ്റ് ഫയലുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ആ ഫോൾഡറിൽ എന്തും ഉണ്ടാവും, മറ്റുള്ള വേറെ ഫോൾഡേഴ്സും എന്ത് ചെയ്യും, ഒരു ഫോൾഡറിൽ ഉണ്ടാവും അല്ലേ. ഫോൾഡറിൻ്റെ ഉള്ളിൽ വേറൊരു ഫോൾഡർ ഉണ്ടാവും. അതുപോലെ ഡയറക്ടറീൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് പറയാം, വേറൊരു ഡയറക്ടറി ഉണ്ടാവും എന്നുള്ളത് പറയാൻ പറ്റും. ഓക്കെ, അപ്പം ലിനക്സിലുള്ള ഫയൽസ്, അതായത് ഓർഡിനറി ഫയലായാലും സ്പെഷ്യൽ ഫയലായാലും ഡയറക്ടറി ആയാലും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവുക അതിൻ്റെ ഉള്ളിലായിരിക്കും എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഇൻ എനി ഓഫ് ദ ഡയറക്ടറി, അല്ല ഏതെങ്കിലും ഒരു ഡയറക്ടറീൻ്റെ ഉള്ളിലായിരിക്കും എന്ത് ചെയ്യുക, ഈ ഫയൽസ് എല്ലാം ഉണ്ടാവുക. ഓർഡിനറി ഫയലായാലും സ്പെഷ്യൽ ഫയലായാലും ഈവൻ ഡയറക്ടറി ആയാലും എവറിത്തിങ് വിൽ ബി കണ്ടെയ്ൻഡ് ഇൻ ഡയറക്ടറീസ് അല്ലേ. അപ്പോൾ ലിനക്സ് അല്ലെങ്കിൽ യൂണിക്സ് ഈ ഡയറക്ടറീസിന് ഒരു ഹൈറാർക്കിക്കലായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നുണ്ട്. ലിനക്സ് ഈ ഡയറക്ടറീസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡയറക്ടറീസിനെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ഒരു ഹൈറാർക്കിക്കലായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നുണ്ട്. ദിസ് ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഇസ് കോൾഡ് ഡയറക്ടറി ട്രീ. ലിനക്സിൽ ഫയൽസിനെ ഓർഗനൈസ് ചെയ്യാൻ, അതായത് ഫയൽസിനെയും അതുപോലെ തന്നെ ഡയറക്ടറീസിനെയും ഓർഗനൈസ് ചെയ്യാൻ ലിനക്സ് ഫോളോ ചെയ്യുന്ന ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയറക്ടറി ട്രീ എന്ന് പറയുന്നത്. ഡയറക്ടറി ട്രീ എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും റൂട്ട് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നോഡ്, ഏറ്റവും മെയിൻ നോഡുണ്ട്. ആ മെയിൻ നോഡിന് നമ്മൾ റൂട്ട് നോഡ് എന്നാണ് പറയുക, അല്ലെങ്കിൽ സ്ലാഷ് ക്യാരക്ടർ ഉണ്ടാവും. ഇതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള നോഡ്. അതായത് ഇതൊരു ട്രീ ആയിരിക്കും. ട്രീ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ലുക്ക് സംതിങ് ലൈക്ക് ദിസ്. അത് എന്താണ്, ഒരു നോഡിൽ നിന്ന് ഒരുപാട് സബായിട്ട് ഇങ്ങനെ ഒരുപാട് ബ്രാഞ്ചസ് പോകുന്ന രീതിയിലായിരിക്കും ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നോഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ടേമിൽ ഡയറക്ടറീൻ്റെ ടേമിൽ പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡയറക്ടറി എന്ന് പറയുന്നത് റൂട്ട് ഡയറക്ടറിയാണ്. റൂട്ടാണ് ഏറ്റവും മെയിൻ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് സ്ലാഷ് ക്യാരക്ടർ വെച്ചിട്ട് അതിനെ റെപ്രസെൻ്റ് ചെയ്യാം. ബാക്കിയുള്ള എല്ലാ ഡയറക്ടറീസും എന്തിൻ്റെ അണ്ടറിലാണ് വരുന്നത്, ഈ സിംഗിൾ റൂട്ട് നോഡിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, സോ ഹിയർ ഇസ് ദ ഡയഗ്രാം ഓഫ് എ ഡയറക്ടറി ട്രീ. ഇതാണ് ഡയറക്ടറി ട്രീ, അതായത് സ്ലാഷ് ക്യാരക്ടർ അല്ലെങ്കിൽ റൂട്ട് നോഡാണ്. റൂട്ട് നോഡിൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ റൂട്ട് ഡയറക്ടറീൻ്റെ അണ്ടറിൽ ഒരുപാട് ഡയറക്ടറീസ് വരുന്നുണ്ട്. ദീസ് ആർ സം ഡയറക്ടറീസ് ദാറ്റ് കംസ് അണ്ടർ റൂട്ട് നോഡ്. റൂട്ട് നോഡിൻ്റെ അണ്ടറിൽ വരുന്ന ഡയറക്ടറീസ് ആണ് ഇതൊക്കെ. അതായത് ബിന്ന്, ദേവ്, എറ്റ്സെട്ര, ഹോം, ലിബ്, പ്രോസ്, അതുപോലെ തന്നെ TMP, യൂസർ, VAR, ഇതൊക്കെ എന്താണ് റൂട്ട് നോഡിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇനി ഇതിൻ്റെ അണ്ടറിലായിട്ട് വരുന്ന മേ ബി ഒരാളുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ലാറി സാം എന്ന് പറയുന്ന രണ്ട് ഹോമിൻ്റെ അണ്ടറിൽ 2 ഡയറക്ടറീസ് വരുന്നുണ്ട്. യൂസറിൻ്റെ അണ്ടറിൽ ഇത്രയും ഡയറക്ടറീസ് വരുന്നുണ്ട്. ഇനി അതിൽ വരുന്ന ഒരു ഡയറക്ടറിയാണ് ലോക്കലിൻ്റെ അണ്ടറിൽ നമുക്ക് 4 ഡയറക്ടറീസ് ഉണ്ട്. ഇനി അതുപോലെ തന്നെ ഇവിടെ സ്കൂൾ എന്ന് പറയുന്നതിൻ്റെ അണ്ടറിൽ ലിനക്സ് എന്ന് പറയുന്ന ഡയറക്ടറി ഉണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഡയറക്ടറീസിനെ ലിനക്സിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഡയറക്ടറീസ് ഇങ്ങനെ ഒരു ട്രീ മോഡലാണ് വരച്ചത് അല്ലേ. ട്രീ എന്ന് പറഞ്ഞാൽ ട്രീക്ക് ഒരു റൂട്ട് ഉണ്ടാവും. ആ റൂട്ടിൽ നിന്നാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രാഞ്ചസ് പോകുന്നത്. അപ്പോൾ ഈ ലിനക്സിൻ്റെ കേസിൽ ഡയറക്ടറി ഏറ്റവും പ്രധാനപ്പെട്ട ഡയറക്ടറി എന്ന് പറയുന്നത് റൂട്ട് ഡയറക്ടറിയാണ്. ആ റൂട്ട് ഡയറക്ടറീനെ നമ്മളിവിടെ സ്ലാഷ് ക്യാരക്ടർ വെച്ചിട്ടും റെപ്രസെൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് എന്തും പറയാം, റൂട്ട് ഡയറക്ടറി എന്നും നമുക്ക് പറയാവുന്നതാണ്.
ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഡയറക്ടറി ട്രീ. ഡയറക്ടറി ട്രീയിൽ സ്ലാഷ് ഡയറക്ടറി ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് റൂട്ട് ഡയറക്ടറി എന്ന് പറയാം. അതിൻ്റെ അണ്ടറിൽ പ്രധാനപ്പെട്ട സബ് ഡയറക്ടറീസ് വരുന്നുണ്ട്. ഏതൊക്കെ സബ് ഡയറക്ടറീസ് ആണ് നമ്മൾ പറഞ്ഞത്? ബിന്ന്, എറ്റ്സെട്ര, ദേവ്, അതുപോലെ തന്നെ യൂസർ. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ പ്രധാനപ്പെട്ട അതിൻ്റെ അണ്ടറിൽ വരുന്ന സബ് ഡയറക്ടറീസ് ആണ്. ഓക്കെ, സോ അതിൽ ഏറ്റവും മെയിനായിട്ട് വരുന്ന ഒരു ഡയറക്ടറി എന്ന് പറയുന്നത് ഹോം ഡയറക്ടറി ആണ്. ഓക്കെ, ഹോം ഡയറക്ടറി ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹിയർ യു ക്യാൻ സീ ദ ഹോം ഡയറക്ടറി. ദിസ് ഇസ് ദ ഹോം ഡയറക്ടറി. ഈ റൂട്ടിൻ്റെ അണ്ടറിൽ വരുന്ന ഡയറക്ടറീസിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഡയറക്ടറി ആണ് ഹോം ഡയറക്ടറി. ഹോം ഡയറക്ടറി ഈസ് വെയർ യു ഫൈൻഡ് യുവർ സെൽഫ് വെൻ യു ഫസ്റ്റ് ലോഗിൻ. നമ്മൾ ആദ്യമായിട്ട് ഇതിലേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ നമ്മൾ ടെർമിനലിൽ എടുത്തു കഴിഞ്ഞാൽ ആദ്യമായിട്ട് കയറുന്ന ലൊക്കേഷനെയാണ് നമ്മൾ ഹോം ഡയറക്ടറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിപ്പം നമ്മൾ നിലവിൽ എന്താണ് എടുത്തത്? എവിടുന്ന? നമ്മളിപ്പം ഡെസ്ക്ടോപ്പിൽ നിന്ന് റൈറ്റ് ക്ലിക്ക് അടിച്ച് ഓപ്പൺ ടെർമിനൽ കൊടുക്കുന്ന സമയത്ത് ഡെസ്ക്ടോപ്പിലേക്കാണ് നമ്മൾ കയറുന്നത്. അല്ലാതെ നമ്മൾ ടെർമിനൽ എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് വരുന്ന ആ ഒരു ഫസ്റ്റ് ലോഗിൻ ചെയ്യുന്ന ലൊക്കേഷൻ എന്തായിരിക്കും? ഹോം ഡയറക്ടറി ആയിരിക്കും. സോ നമ്മൾ എല്ലാ കാര്യങ്ങളും വി വിൽ ബി ഡൂയിങ് അവർ വർക്ക് ഇൻ ദ ഹോം ഡയറക്ടറി. ഓക്കെ, ഹോം ഡയറക്ടറിയിലായിരിക്കും നമ്മൾ മെയിനായിട്ടുള്ള എല്ലാ വർക്കുകളും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ കമ്പ്യൂട്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ ദാറ്റ് ഹോം ഡയറക്ടറി നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഹോം ഫോൾഡർ. ഈ ഹോം ഫോൾഡറിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് ഫയൽസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ കാണാൻ പറ്റും. ദർ ഇസ് എ ലോട്ട് ഓഫ് ഫയൽസ് ദാറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ ദ ഹോം ഡയറക്ടറി. ഹോം ഡയറക്ടറിൻ്റെ അണ്ടറിലാണ് ഇത്രയും ഡയറക്ടറീസ് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഡയറക്ടറി. സോ യു ക്യാൻ ഗോ ടു ഹോം ഡയറക്ടറി. എങ്ങനെ ഹോം ഡയറക്ടറിയിലേക്ക് പോകാമെന്നുള്ളതാണ് പഠിക്കുന്നത്. അതായത് കമാൻഡ് പ്രോംപ്റ്റിൽ നിന്ന്, ടെർമിനലിൽ നിന്ന് എങ്ങനെ നമുക്ക് ഹോം ഡയറക്ടറിയിലേക്ക് പോകാം. അതിനുപയോഗിക്കുന്ന കമാൻഡാണ് CD കഴിഞ്ഞിട്ട് ഈ ഒരു ഓപ്പറേറ്റർ, അതായത് ടിൽഡേ ഓപ്പറേറ്റർ എന്നാണ് ഇതിന് പറയുക. ഈ ഓപ്പറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഹോം ഡയറക്ടറിയിലേക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കൊരു പ്രത്യേക യൂസർ നെയിം കൊടുത്തിട്ട് ആ യൂസർ നെയിമിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക അതർ യൂസേഴ്സിൻ്റെ ഹോം ഡയറക്ടറി, ടിൽഡേ ഓപ്പറേറ്ററിൻ്റെ കൂടെ നമ്മളൊരു യൂസർ നെയിം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മൾ കമ്പ്യൂട്ടറിൽ ഒന്നിൽ കൂടുതൽ യൂസേഴ്സ് ഉണ്ടെങ്കിൽ ആ യൂസർ നെയിം കൂടെ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഗോ ടു ദാറ്റ് യൂസേഴ്സ് ഹോം ഡയറക്ടറി. ആ യൂസറിൻ്റെ ഹോം ഡയറക്ടറിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഐ വിൽ ഷോ യു ഹൗ ടു ഗോ ടു ദ ഹോം ഡയറക്ടറി. ഓക്കെ, എങ്ങനെയാണ് ഹോം ഡയറക്ടറിയിലേക്ക് പോകുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പം ഇവിടെ ഇത് ഡെസ്ക്ടോപ്പാണ്. സോ ഇവിടുന്ന് ഓപ്പൺ ടെർമിനൽ അടിച്ചു കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പിലാണ് നമ്മൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ CD എന്ന് കൊടുത്തിട്ട്, ഓക്കെ, CD കമാൻഡാണ് നമ്മൾ ഡയറക്ടറിയിലേക്ക്, ഒരു പർട്ടിക്കുലർ ഡയറക്ടറിയിലേക്ക് പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന CD കമാൻഡാണ്. CD എന്ന് കൊടുത്തിട്ട് ആ പറഞ്ഞ ഓപ്പറേറ്റർ അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വിൽ ഗോ ടു ഹോം. അതായത് യൂസർ എന്ന് പറയുന്ന സംഭവം ഇതാണ് ഹോം എന്ന് പറയുന്നത്. ദിസ് ഇസ് അവർ ഹോം. എല്ലാ കമ്പ്യൂട്ടറിലും ഇതേപോലെ തന്നെ ആണെന്നില്ല. ഓരോ കമ്പ്യൂട്ടറും എന്ത് നെയിമാണ് അത് കൊടുത്തത് അതിനനുസരിച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യും? വാല്യൂ മാറും. ഓക്കെ, സോ നൗ വി ആർ അറ്റ് ഹോം. നമ്മളിപ്പോൾ എവിടെയാണുള്ളത്? ഹോമിലാണുള്ളത്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഡെസ്ക്ടോപ്പിലേക്ക് പോകാൻ വേണ്ടി CD ഡെസ്ക്ടോപ്പ് എന്ന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം വീണ്ടും നമ്മൾ എന്തിലേക്ക് വന്നു? ഡെസ്ക്ടോപ്പിലേക്ക് വന്നു. ഇപ്പം നമ്മൾ നിലവിലുള്ളത് എവിടെയാണ്? ഡെസ്ക്ടോപ്പിലാണ് അല്ലേ? നമ്മൾ ഇനി ഇവിടുന്ന് LS എന്ന് കൊടുത്താലോ? ഡെസ്ക്ടോപ്പിലുള്ള കംപ്ലീറ്റ് ഫയൽസ് നമുക്ക് കാണാൻ പറ്റും അല്ലേ? LS എന്തിനാ? ഫയലുകൾ കാണാനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലിസ്റ്റിംഗ് ഓഫ് ഫയൽസിന് വേണ്ടിയിട്ടാണ്. സോ ഡെസ്ക്ടോപ്പിലുള്ള കംപ്ലീറ്റ് ഫയൽസ് നമുക്കിപ്പം കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഡെസ്ക്ടോപ്പിൻ്റെ അകത്തുള്ള, നമ്മളിപ്പോൾ നിലവിൽ ഡെസ്ക്ടോപ്പിലല്ലേ ഉള്ളത്, ഇനി ഇതിൻ്റെ അകത്തുള്ള ഒരു ഫയലാണല്ലോ, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ഒരു ഫോൾഡറാണ് ഇൻഫോർമാറ്റിക്സ്, അല്ലെങ്കിൽ ഈ ഡെസ്ക്ടോപ്പിലുള്ള ഒരു ഡയറക്ടറിയാണ് ഇൻഫോർമാറ്റിക്സ്. സോ ആ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്ന ഡയറക്ടറിയിലേക്ക് കയറാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? CD എന്ന് കൊടുത്തിട്ട്, ഇപ്പം നിലവിൽ ഡെസ്ക്ടോപ്പിലുണ്ട്, ഡെസ്ക്ടോപ്പിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്ന ഡയറക്ടറിനകത്തേക്ക് കയറണം. അപ്പോൾ അതിനു വേണ്ടി CD ഇൻഫോർമാറ്റിക്സ് എന്ന് കൊടുത്താൽ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ നിലവിൽ എന്തിലേക്ക് ഡയറക്റ്റ് ചെയ്തു? ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്ന ഡയറക്ടറിയിലേക്ക് നമ്മൾ വന്നു. ഓക്കെ, ഇനി ഈ ഇൻഫോർമാറ്റിക്സിൻ്റെ അകത്തുനിന്ന് നമ്മൾ LS കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്ന ഡയറക്ടറിയിൽ എന്തൊക്കെ ഫയലും ഫോൾഡറും ആണുള്ളത് എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്തിട്ട് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇവിടെ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ ഹോം പേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, ഹോം പേജ് അല്ല ഹോം ഡയറക്ടറിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് ഏതാണ്? CD. അതുപോലെ തന്നെ ഈ ഒരു ഓപ്പറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് പോകാൻ പറ്റും.
ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മൾ ലാസ്റ്റിലേക്ക് ഡയറക്റ്റ് ചെയ്ത എവിടെയാണോ നമ്മൾ ലാസ്റ്റ് ഏത് ഡയറക്ടറിയിലേക്കാണ് നമ്മൾ പോയത് അങ്ങോട്ടേക്ക് തിരിച്ചു പോകാൻ വേണ്ടി സി ഡി സ്പേസ് മൈനസ് കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടുന്ന് സി ഡി സ്പേസ് മൈനസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങോട്ടേക്ക് പോകും? ഡെസ്ക്ടോപ്പിലേക്ക് പോകും. കാരണം എന്താ, നമ്മൾ ലാസ്റ്റ് ഇല്ല ഇൻഫോർമാറ്റിക്സിലേക്ക് ലോഗിൻ ആവുന്നതിന് മുന്നേ നമ്മൾ എങ്ങോട്ടാണ് ലോഗിൻ ആയത്? ഡെസ്ക്ടോപ്പിലേക്കാണ്. ഓക്കെ, so for going to the last directory we can use the cd minus command. So actually there are two types of path names, that is absolute or relative path names. path name എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കമ്പ്യൂട്ടറിൽ ഏത് ഫയൽ ഉണ്ടെങ്കിലും അതിനൊരു പാത്ത് ഉണ്ട് അല്ലേ. നമ്മൾ സാധാരണ വിൻഡോസിലൊക്കെ പറയാറുണ്ട് സി ഡ്രൈവിൽ പ്രോഗ്രാം ഫയൽസിനകത്ത് ഇന്ന ഫോൾഡറിനകത്ത് ഇന്ന ഫോൾഡറിനകത്ത് ഇന്ന ഫോൾഡർ, ആ രീതിയിൽ നമ്മൾ ആ ഫോൾഡറിനകത്ത് വീണ്ടും ഒരു ഫയൽ, ആ രീതിയിൽ നമ്മൾ പാത്ത് പറയാറുണ്ട് അല്ലേ. എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഡി ഡ്രൈവിനകത്ത് സോങ്സ് എന്ന് പറയുന്ന ഫോൾഡറിൽ മലയാളം എന്ന് പറയുന്ന ഫോൾഡറിൽ ഇന്ന ഒരു ഫയൽ, ആ രീതിയിൽ നമുക്ക് പാത്ത് പറയാൻ പറ്റും അല്ലേ. പാത്ത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻ ലിനക്സ് ഓർ ഇൻ എനി അതർ സിസ്റ്റം നമുക്ക് പാത്ത് രണ്ട് രീതിയിലുള്ള പാത്തുകളാണുള്ളത്, ആബ്സല്യൂട്ട് ഓർ റിലേറ്റീവ് പാത്ത്. അപ്പോൾ പാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ എവിടെയാണ് ആ പർട്ടിക്കുലർ ഫയൽ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഡയറക്ടറി ഉള്ളത് അതിനെയാണ് നമ്മൾ പാത്ത് നെയിംസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡയറക്ടറീസ് ആർ അറേഞ്ച്ഡ് ഇൻ എ ഹയറാർക്കി വിത്ത് ദ റൂട്ട് അറ്റ് ദ ടോപ്പ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഡയറക്ടറീസ് ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സ്ലാഷ് റൂട്ട് ഡയറക്ടറിയാണ് ഏറ്റവും ടോപ്പിൽ വരുന്നത്. Okay, the position of any file within the hierarchy is described by its path name. ഒരു ഫയലിൻ്റെ പൊസിഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പാത്ത് നെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഹൈറാർക്കി, ഈ ഹൈറാർക്കിയിൽ ഒരു ഫയൽ എവിടെയാണ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പാത്ത് നെയിം എന്ന് പറയും. ഓക്കെ, അപ്പോൾ പാത്ത് നെയിമിൽ ഓരോ എലമെൻസിനെ നമുക്ക് സ്ലാഷ് എന്ന് പറയുന്ന ക്യാരക്ടർ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ രണ്ട് ടൈപ്പ് പാത്ത് ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു. പാത്ത് നെയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ എവിടെയാണ് ഫയൽ ഉള്ളത് അതിനാണ് പാത്ത് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ രണ്ട് ടൈപ്പ് പാത്ത് ഉണ്ട്. അതിൽ ഒന്നാമത്തത് ആബ്സല്യൂട്ട് പാത്താണ്, മറ്റൊന്ന് റിലേറ്റീവ് പാത്താണ്. ആദ്യം നമുക്ക് ആബ്സല്യൂട്ട് പാത്ത് എന്താണെന്നുള്ളത് നോക്കാം. ആബ്സല്യൂട്ട് പാത്ത് എന്ന് പറയുന്നത് റൂട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഫയലിൻ്റെ പൊസിഷൻ എവിടെയാണ് അതിനെയാണ് ആബ്സല്യൂട്ട് പാത്ത് എന്ന് പറയുന്നത്. റൂട്ടുമായി റിലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഫയലിൻ്റെ പൊസിഷൻ എവിടെയാണ് ദാറ്റ് ഈസ് കോൾഡ് ആബ്സല്യൂട്ട് പാത്ത്. ഫോർ എക്സാമ്പിൾ, റൂട്ടിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഫോൾഡർ ഏതാ? റൂട്ടാണ്. ഏറ്റവും മെയിനായിട്ടുള്ള ഡയറക്ടറി റൂട്ടാണ്. നമ്മൾ നേരത്തെ കണ്ടാണ് റൂട്ടിനകത്ത് എന്തുണ്ട്? എറ്റ്സെട്ര ഉണ്ട്. എറ്റ്സെട്രാൻ്റെ അകത്ത് പാസ്വേഡ് എന്ന് പറയുന്ന ഫയലുണ്ട്. സോ ഇത് എന്തിന് എക്സാമ്പിളാണ്? ഒരു ആബ്സല്യൂട്ട് പാത്തിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ റൂട്ടിനകത്ത് നേരത്തെ നിങ്ങൾ കണ്ടതാണ് യൂസേഴ്സ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറി ഉണ്ട്. ഇതിനകത്ത് എസ് ജോൺസ് എന്ന് പറയുന്ന ഡയറക്ടറി മേ ബി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനകത്ത് കെം എന്ന് പറയുന്ന ഒരു ഡയറക്ടറി ഉണ്ട്. അതിനകത്തുള്ള ഒരു ഫയലാണ് നോട്ട്സ്. അപ്പോൾ ഈ ഒരു പാത്തും നമ്മൾ പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്? നമ്മുടെ റൂട്ട് ഡയറക്ടറിയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. റൂട്ട് ഡയറക്ടറി ആയിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പറയേണ്ടി വരും അല്ലേ, ഇത്രയും പറയേണ്ടി വരും. സോ ഇറ്റ് ഈസ് ലൈക്ക് നമ്മൾ ഗ്രാൻഡ് പാരൻസ് മുതൽ പറയുന്ന ഒരു കൈൻഡ് ഓഫ് സംഭവമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ. അതായത് അങ്ങ് എന്താ പറയുക, ഏറ്റവും ഹയസ്റ്റ് ഹൈറാർക്കി മുതലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത് അല്ലെ. ഗ്രാൻഡ് പാരൻസിൽ നിന്ന് നമ്മളിലേക്ക് എത്തുന്നത് എങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ആബ്സല്യൂട്ട് പാത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് റൂട്ടിൽ നിന്ന് ഇവിടം വരെയുള്ള പാത്ത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടാണ് റൂട്ടിൽ ദേവ് എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ട്. ദേവ് എന്ന് പറയുന്ന ഡയറക്ടറിനകത്ത് മേ ബി RDSK എന്ന് പറയുന്ന ഡയറക്ടറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനകത്തുള്ള ഒരു ഫയലാണ് OS3. ഇതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? ആബ്സല്യൂട്ട് പാത്തിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ആബ്സല്യൂട്ട് പാത്തിൻ്റെ തുടക്കത്തിൽ എന്തുണ്ടാവും? സ്ലാഷ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് റൂട്ടിൻ്റെ അണ്ടറിൽ വരുന്നതാണെന്നുള്ളതാണ്. ഓക്കെ, സ്ലാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ റൂട്ടിന് പകരം നമുക്ക് സ്ലാഷ് ഉപയോഗിക്കാം. അപ്പോൾ സ്ലാഷിന് പകരം വരുന്നതാണ് എന്ത് അല്ലെ, റൂട്ടിന് പകരം വരുന്നതാണ് എന്ത്? സ്ലാഷ്. ഓക്കെ, അപ്പോൾ തുടക്കത്തിൽ സ്ലാഷ് വന്നാൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് വാട്ട്? ആബ്സല്യൂട്ട് പാത്ത്. ആബ്സല്യൂട്ട് പാത്ത് എന്ന് പറയുന്നത് റൂട്ടുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പാത്താണ്. ഇനി അടുത്ത റിലേറ്റീവ് പാത്താണ്. റിലേറ്റീവ് പാത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ കറണ്ട് വർക്കിംഗ് ഡയറക്ടറി. നിലവിൽ നമ്മൾ എവിടെയാണുള്ളത് അതുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയുന്ന പാത്തിനെയാണ് റിലേറ്റീവ് പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു കറണ്ട് വർക്കിംഗ് ഡയറക്ടറി.
സോ റിലേറ്റീവ് പാത്ത് നെയിംസിൽ തുടക്കത്തിൽ എന്തുണ്ടാവില്ല, സ്ലാഷ് ഉണ്ടാവില്ല. നേരത്തെ ഇവിടെ നമ്മൾ സ്ലാഷ് വെച്ചിട്ടായിരിക്കും എല്ലാത്തിനും തുടങ്ങുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇവിടെ സ്ലാഷ്, ഇവിടെ സ്ലാഷ്, ഇവിടെ സ്ലാഷ്. ബട്ട് ഇൻ റിലേറ്റീവ് പാത്ത് ദർ ഇസ് നോ സ്ലാഷ് അറ്റ് ദ ബിഗിനിങ്ങിൽ എന്തില്ല, സ്ലാഷ് ഇല്ല. അപ്പോൾ ഈ റിലേറ്റീവ് പാത്ത് 2 എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കെം സ്ലാഷ് നോട്ട്സ്. മേ ബി കറൻ്റ്ലി ഇയാളുള്ളത് എസ് ജോൺസ് എന്ന് പറയുന്ന ഫോൾഡറിലാണെങ്കിൽ എങ്ങനെയാണ് പാത്ത് പറയുക അല്ല. എസ് ജോൺസ് എന്ന് പറയുന്നതാണ് കറണ്ട് വർക്കിംഗ് ഡയറക്ടറി എന്ന് വിചാരിക്കുക അല്ലേ. കറണ്ട് വർക്കിംഗ് ഡയറക്ടറി എന്താണെന്നുള്ള മനസ്സിലായില്ലേ, നേരത്തെ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇപ്പോൾ എവിടെയുള്ളത്, ഇവിടെ നിങ്ങൾ ഡെസ്ക് ടോപ്പ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പം നിലവിൽ എന്തായിരിക്കും, കറണ്ട് വർക്കിംഗ് ഡയറക്ടറി എന്തായിരിക്കും, ഡെസ്ക് ടോപ്പ് ആയിരിക്കും. ഇനി ഇതിന് മുന്നേ ഞാൻ ഇൻഫോർമാറ്റിക്സിലേക്ക് വന്നിരുന്നു. അപ്പോൾ കറണ്ട് വർക്കിംഗ് ഡയറക്ടറി എന്താണ്, ഇൻഫോർമാറ്റിക്സ് ആണ്. അപ്പം നിലവിൽ കറണ്ട് വർക്കിംഗ് ഡയറക്ടറി എസ് ജോൺസ് എന്ന് പറയുന്ന ഡയറക്ടറി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നോട്ട്സ് എന്ന് പറയുന്ന ഫയലിൻ്റെ പാത്ത് പറയുക, കെം/നോട്ട്സ്. അതായത് കെം എന്ന് പറയുന്ന ഒരു ഡയറക്ടറീൻ്റെ അകത്ത് നോട്ട്സ് എന്ന് പറയുന്ന ഫയലുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വി ക്യാൻ സേ പാത്ത് ലൈക്ക് ദാറ്റ് ഈസ് കോൾഡ് റിലേറ്റീവ് പാത്ത്. അതായത് റിലേറ്റീവ് എന്ന് പറയുന്നത് നമ്മളെ നിലവിൽ കറണ്ട് വർക്കിംഗ് ഡയറക്ടറിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാത്താണ്. ഓക്കെ, ഇപ്പം ഞാൻ പറയാണ് ഈ ഇൻഫോർമാറ്റിക്സിനകത്ത് എന്തുണ്ട്, ഒരു ഫയലുണ്ട്. സി ദിസ് ഇസ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഫയലുണ്ട്. ഇൻഫോർമാറ്റിക്സിനകത്ത് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഫയലുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഡെസ്ക് ടോപ്പിലാണോ നമ്മൾ നിലവിലുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പാത്ത് പറയുക, ഇൻഫോർമാറ്റിക്സ് എന്ന് കൊടുക്കുക, സ്ലാഷ് ഇട്ടിട്ട് ഇൻഫോർമാറ്റിക്സിനകത്ത് എന്താ ഉള്ളത്, നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന ഫയലുണ്ട് അല്ലേ. ആ രീതിയിലായിരിക്കും പാത്ത് പറയുക. നിലവിൽ എവിടെയാണോ ഉള്ളത് അതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന പാത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദാറ്റ് ഇസ് കോൾഡ് റിലേറ്റീവ് പാത്ത്. അതിനെയാണ് നമ്മൾ റിലേറ്റീവ് പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ലിനക്സ് കമാൻഡ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡയറക്ടറീസിനെ അറിയുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് പാത്ത് എന്താണെന്നുള്ളത്. കമ്പ്യൂട്ടറിൽ എവിടെയാണോ ഇത് ഫയൽ എക്സിസ്റ്റ് ചെയ്യുന്നത് അതിനെയാണ് പാത്ത് എന്ന് പറയുന്നത്. 2 ടൈപ്പ് പാത്തുകളാണുള്ളത്, റിലേറ്റീവ് അതുപോലെ തന്നെ ആബ്സല്യൂട്ട് പാത്ത്. ഓക്കെ, ആബ്സല്യൂട്ട് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതെന്താണ്, അത് റൂട്ടുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പാത്താണ്. അതുപോലെ തന്നെ റിലേറ്റീവ് പാത്ത് എന്താണ്, കറണ്ട് വർക്കിംഗ് ഡയറക്ടറിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പാത്താണ്. ഇനി വേറെ നമുക്ക് പഠിക്കാനുള്ളത് ഒരു കമാൻഡാണ് PWD കമാൻഡ്. PWD കമാൻഡ് നമ്മൾ ഉപയോഗിക്കുന്നത് കറണ്ട് വർക്കിംഗ് ഡയറക്ടറി പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ജസ്റ്റ് ഇത് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം. നമുക്കിത് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എവിടെയാണ് നമ്മൾ ഇപ്പം നിലവിൽ എവിടെയുള്ളത് നമുക്കറിയാം, ഡെസ്ക് ടോപ്പിലാണ്. ഇനി അത് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡാണ് PWD. അപ്പോൾ നമ്മളെ കറണ്ട് വർക്കിംഗ് ഡയറക്ടറി എന്താണ്, ഹോം അല്ലേ. അത് സ്ലാഷ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, റൂട്ടിനകത്ത് എന്തുണ്ട്, ഹോം എന്ന് പറയുന്ന ഡയറക്ടറി ഉണ്ട്. അതിനകത്ത് യൂസർ എന്ന് പറയുന്ന ഡയറക്ടറി ഉണ്ട്. അതിനകത്ത് ഡെസ്ക് ടോപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിലവിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് CD ഇൻഫോർമാറ്റിക്സ് എന്ന് കൊടുത്തു. CD ഇൻഫോർമാറ്റിക്സ് എന്ന് പറഞ്ഞാലോ നമ്മൾ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്ന ഡയറക്ടറിയിലേക്ക് വന്നു. ഓക്കെ, ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. CD ഇൻഫോർമാറ്റിക്സ്, ഐ തിങ്ക് ഇറ്റ് ഇസ് കറക്റ്റ് നൗ. ഓക്കെ, സോ ഇൻഫോർമാറ്റിക്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്ന ഫോൾഡറിനകത്തേക്ക് അല്ലെങ്കിൽ ഡയറക്ടറിയിലേക്ക് വന്നു അല്ലേ. ഇനി ഞാൻ ഒന്ന് കറണ്ട് വർക്കിംഗ് ഡയറക്ടറി അറിയാൻ വേണ്ടി PWD കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ദ കറണ്ട് വർക്കിംഗ് ഡയറക്ടറി എന്താ നമുക്ക് പ്രിൻ്റ് ചെയ്ത് കാണിച്ചെന്ന്, ഹോമിനകത്ത്, യൂസറിനകത്ത്, ഡെസ്ക് ടോപ്പിനകത്ത് ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്ന ഡയറക്ടറിയാണ് നമ്മുടെ കറണ്ട് വർക്കിംഗ് ഡയറക്ടറി. അപ്പോൾ ഇവിടെ തുടക്കത്തിൽ സ്ലാഷ് വന്നു കഴിഞ്ഞാൽ അത് ഏത് കൈൻഡ് ഓഫ് പാത്താണ്, എന്ത് പാത്താണത്. തുടക്കത്തിൽ സ്ലാഷ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അതെന്താണ്, ദാറ്റ് ഈസ് ആബ്സല്യൂട്ട് പാത്ത്. അതെന്തുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്, റൂട്ടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. സോ കറണ്ട് വർക്കിംഗ് ഡയറക്ടറി എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, സോ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് കൂടുതൽ കമാൻഡ്സ് പഠിക്കാനുണ്ട്. ഡയറക്ടറീസിനെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡാണ് LS. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഒരു ഫോൾഡറിൽ എന്തൊക്കെ ഡയറക്ടറീസ് ഉണ്ട് എന്ന് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി LS കമാൻഡ് ഉപയോഗിക്കുക. LS എന്ന് കൊടുത്താൽ ഇപ്പം നിലവിൽ നമ്മൾ ഇൻഫോർമാറ്റിക്സിലുള്ളത് അതിലെന്തൊക്കെ അതിലെന്തൊക്കെ ഫയലും ഫോൾഡേഴ്സും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് കാണിച്ച് തരുന്നത്. ഓക്കെ, so following is the example for the to list all the files contained in the user local directory. അതായത് ഈ
റൂട്ട് ഡയറക്ടറിൻ്റെ അകത്ത് യൂസർ എന്ന് പറയുന്ന ഡയറക്ടറി ഉണ്ട്, അതിൽ ലോക്കൽ എന്ന് പറയുന്ന ഡയറക്ടറിയിൽ എന്തൊക്കെ ഫയലുകൾ ഉണ്ട് എന്ന് കിട്ടണമെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ്. അതിൻ്റെ ഔട്ട്പുട്ട് ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ls എന്ന് കൊടുത്താൽ ലിസ്റ്റ് ചെയ്യും. എന്താ അവിടെ ലിസ്റ്റ് ചെയ്യുന്നത്? റൂട്ട് ഡയറക്ടറി /1 റൂട്ട് ഡയറക്ടറി, അതിനകത്ത് യൂസർ എന്ന് പറയുന്ന ഡയറക്ടറി, അതിനകത്ത് ലോക്കൽ എന്ന് പറയുന്ന ഡയറക്ടറിയിൽ എന്തൊക്കെ ഫയലുകളുണ്ട്, ബിക്കോസ് നമ്മൾ ls കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെ ഫയലുകളുണ്ട്, ഫോർ എക്സാമ്പിൾ സം സാമ്പിൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, സോ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഹൗ ടു ക്രിയേറ്റ് ഡയറക്ടറി. ഒരു ഡയറക്ടറി എന്ന് പറഞ്ഞാൽ ഒരു ഫോൾഡർ ഉണ്ടാക്കലാണ് അല്ല. എങ്ങനെയാണ് ഒരു ഫോൾഡർ ഉണ്ടാക്കുക? ഹൗ ടു ക്രിയേറ്റ് എ ഫോൾഡർ. നമുക്ക് ഇവിടെ ഒരു ഫോൾഡർ ഉണ്ടാക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ന്യൂ ഫോൾഡർ എന്ന് കൊടുത്താൽ മതി. അൺടൈറ്റിൽഡ് ഫോൾഡർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ന്യൂ ഫോൾഡർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണമെങ്കിൽ റീനെയിം ചെയ്തിട്ട് ഒരു പേരും കൊടുക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന കാര്യമല്ല നമ്മൾ പറയുന്നത്. നമ്മൾ ടെർമിനലിൽ എങ്ങനെയാണ് ഒരു പുതിയ ഫോൾഡർ ഉണ്ടാക്കുന്നത്, ഇവിടെ എങ്ങനെ കമാൻഡ് ഉപയോഗിച്ച് പുതിയ ഫോൾഡർ ഉണ്ടാക്കാം. അതിനുപയോഗിക്കുന്ന കമാൻഡാണ് mkdir. ഏതാണ്? mkdir. ഇതാണ് ഒരു ഡയറക്ടറി ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫോൾഡർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പം ഫോൾഡറിൻ്റെ പേര്, അതായത് ഐ എം ഗിവിങ് എ നെയിം, അല്ലെങ്കിൽ നമ്മളെ ഡയറക്ടറിക്ക് ഒരു പേര് കൊടുക്കണം. സോ ദ നെയിം ഈസ് ലിനക്സ് എന്ന് പറയുന്ന പേരിലാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഓക്കെ, അതെന്ത് ചെയ്തു, പുതിയ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ഔട്ട്പുട്ടായിട്ടൊന്നും വരില്ല. സോ ഇവിടെ ലിനക്സ് വരുന്നുണ്ട്. സോ ഇതാ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡറാണ്. സോ mkdir എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഡയറക്ടറിൻ്റെ നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതുപോലെ തന്നെ നമുക്ക് വി ക്യാൻ യൂസ് സംതിങ് ലൈക്ക് ദിസ് ഓൾസോ. mkdir temp test dir. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ പറഞ്ഞാൽ mkdir എന്തിനാണെന്നുള്ളത് നമുക്കറിയാം, ഡയറക്ടറി ഉണ്ടാക്കാനാണ്. ഇനി ഇവിടെ /temp/testdir എന്നാണ് കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് റൂട്ട് ഡയറക്ടറിയിൽ ടെമ്പ് എന്ന് പറയുന്ന ഡയറക്ടറി ഉണ്ടല്ലോ, ആ ടെമ്പിനകത്ത് testdir എന്ന് പറയുന്ന ഡയറക്ടറിയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അത് testdir എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡയറക്ടറീൻ്റെ പേരാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഐ എം ഗോയിങ് ബാക്ക് ടു ഡെസ്ക്ടോപ്പ്. ഇവിടെ ഞാൻ ഓപ്പൺ ഇൻ ടെർമിനൽ കൊടുത്തു. ഇപ്പം നമ്മൾ നിലവിൽ ഡെസ്ക്ടോപ്പിനകത്താണുള്ളത് അല്ലേ. അപ്പം വേണമെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ pw കൊടുത്താൽ നമുക്ക് കറണ്ട് വർക്കിംഗ് ഡയറക്ടറി കിട്ടും. ഇതാണ് കറണ്ട് വർക്കിംഗ് ഡയറക്ടറി അല്ലേ, ഹോം യൂസർ ഡെസ്ക്ടോപ്പ്. അപ്പോൾ mkdir എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഹോം യൂസർ /desktop/linux. അതിനകത്ത് ലിനക്സിൻ്റെ അകത്ത് എനിക്ക് എന്ത് ചെയ്യണം, ന്യൂ എന്ന് പറയുന്ന ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ എന്താ ഞാൻ ചെയ്തതെന്ന് നോക്കിയോ, mkdir ഒരു ഡയറക്ടറി ഉണ്ടാക്കണം. എവിടെയാണ് ഉണ്ടാക്കേണ്ടത്? ആദ്യം തന്നെ സ്ലാഷ് വന്നു, അതിൻ്റെ അർത്ഥം റൂട്ടാണ്. റൂട്ടിനകത്ത് ഹോം ഉണ്ട്, ഹോമിനകത്ത് യൂസർ ഉണ്ട്, അതിനകത്ത് ഡെസ്ക്ടോപ്പ് ഉണ്ട്. നമ്മുടെ ഡെസ്ക്ടോപ്പിൽ നമ്മളിപ്പോൾ ലിനക്സ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്ത് ന്യൂ എന്ന് പറയുന്ന ഒരു ഡയറക്ടറിയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ലിനക്സിൻ്റെ അകത്ത് ന്യൂ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഈ ലിനക്സ് ഇതാണ്, ലിനക്സിൻ്റെ അകത്ത് എന്തുണ്ട്, ന്യൂ ഉണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വി ക്യാൻ ക്രിയേറ്റ് ഡയറക്ടറി. ഓക്കെ, സോ ഡയറക്ടറി എവിടെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എവിടെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സക്സസ്ഫുൾ ആണെങ്കിൽ പ്രത്യേകിച്ച് എന്തുണ്ടാവില്ല, ഔട്ട്പുട്ടൊന്നും ഉണ്ടാവില്ല. mkdir ഈ ഒരു ക്രിയേഷൻ സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പ്രത്യേകിച്ച് എന്തുണ്ടാവില്ല, ഔട്ട്പുട്ടൊന്നും ഉണ്ടാവില്ല. ഓക്കെ, സോ ഒന്നിൽ കൂടുതൽ ഡയറക്ടറീസും നമുക്ക് വേണം ക്രിയേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ mkdir, see this example, mkdir docs pub. അപ്പോൾ ഇവിടെ രണ്ട് ഡയറക്ടറീസാണ്, രണ്ട് ഫോൾഡേഴ്സാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, docs അതുപോലെ തന്നെ pub. ഇങ്ങനെ രണ്ട് ഡയറക്ടറീസ് വേണമെങ്കിൽ ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്യാം, ഒറ്റ ലൈനിൽ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു കൺസെപ്റ്റ് ക്രിയേറ്റിംഗ് പാരൻറ്റ് ഡയറക്ടറീസ് ആണ്. പാരൻറ്റ് ഡയറക്ടറീസ് എന്ന് പറഞ്ഞാൽ ചില കേസിൽ നമുക്ക്, ഫോർ എക്സാമ്പിൾ ഞാനിങ്ങനെ കൊടുത്തു mkdir tmp അമൃത് ടെസ്റ്റ് എന്നൊക്കെ കൊടുത്തു. ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഫെയിൽഡ് ടു മേക്ക് ഡയറക്ടറി എന്നൊക്കെ ഔട്ട്പുട്ട് വരും.
ഓക്കെ, ഫോർ എക്സാമ്പിൾ പാരൻറ്റ് ഡയറക്ടറി എന്താണെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം നിലവിൽ വർക്കിംഗ് ഡയറക്ടറി എവിടെയാണ്? ഡെസ്ക്ടോപ്പിലാണ്. അപ്പം ഡെസ്ക്ടോപ്പിനകത്ത് ഞാൻ എന്താ കൊടുക്കുന്നത് നോക്കിയോ, MKDIR എന്ന് പറഞ്ഞിട്ട് യൂസർ സ്ലാഷ് മേ ബി ഫോർ എക്സാമ്പിൾ ടെസ്റ്റ്. അപ്പോൾ യൂസറിനകത്ത് എന്താ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇതാണ് എനിക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കൊടുക്കും നമുക്കൊരു എററാണ് വരുന്നത്. അതായത് യൂസറിൻ്റെ അകത്ത് നമുക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന സംഭവം ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. യൂസറിൻ്റെ അകത്ത് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളിപ്പം നിലവിൽ ഡെസ്ക്ടോപ്പിലുള്ളത് അല്ലേ, അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ MKDIR -P എന്ന് കൊടുക്കുക, യൂസർ /ടെസ്റ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇപ്പം നമ്മളെ സംഭവം എന്ത് ചെയ്തു, റെഡിയായി. നമ്മളിപ്പോൾ എന്താ ചെയ്തത്, യൂസർ എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ അകത്ത് ടെസ്റ്റ് എന്ന് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഡെസ്ക്ടോപ്പിൽ പോയിട്ട് അതിൻ്റെ മേലെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഹയർ ഡയറക്ടറി ആണ് എന്ത്, യൂസർ അല്ലേ. യൂസർ എന്ന് പറഞ്ഞാൽ എവിടെയുള്ളത്, ഡെസ്ക്ടോപ്പിൻ്റെ മേലെയാണ് അല്ലേ, അതിൻ്റെ ഹയർ ഡയറക്ടറി ആണ് എന്ത്, യൂസർ. അപ്പോൾ ഈ യൂസറിൻ്റെ അകത്ത് പോയിട്ട് അല്ലേ, യൂസറിൻ്റെ അകത്ത് പോയിട്ട് ഒരു ഫോൾഡർ ഡെസ്ക്ടോപ്പ് എന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ പാരൻറ്റ് ഡയറക്ടറി ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഡെസ്ക്ടോപ്പിൽ നിന്നുകൊണ്ട് യൂസറിൻ്റെ ഒരു സബായിട്ടുള്ള ഒരു ഡയറക്ടറി അല്ലേ ക്രിയേറ്റ് ചെയ്യുന്നത്. നിലവിൽ നമ്മൾ ഡെസ്ക്ടോപ്പിൽ നിന്നുകൊണ്ട് അല്ല, ഇവിടെ എന്താ നോക്കിയത്, ഡെസ്ക്ടോപ്പിൽ നിന്നുകൊണ്ട് യൂസറിൻ്റെ സബായിട്ട് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാൻ നോക്കി. അപ്പോൾ അവിടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ പാരൻറ്റ് ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പാരൻറ്റ് ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി പാരൻറ്റ് ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പലാണ് -P. അപ്പോൾ MKDIRൻ്റെ കൂടെ -P എന്ന് അവിടെ ആഡ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ക്രിയേറ്റ് വാട്ട്, പാരൻറ്റ് ഡയറക്ടറി. ഓക്കെ, പാരൻറ്റ് ഡയറക്ടറി എന്ത് ചെയ്തോളും, ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ പാരൻറ്റ് ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് -P ഓപ്ഷൻ. -P ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, പാരൻറ്റ് ഡയറക്ടറീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇറ്റ് ക്രിയേറ്റ്സ് ഓൾ ദ റിക്വയർഡ് പാരൻറ്റ് ഡയറക്ടറീസ്. നമുക്ക് വേണ്ട എല്ലാ പാരൻറ്റ് ഡയറക്ടറീസും ക്രിയേറ്റ് ചെയ്യും. ഇവിടെ പറഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് നിലവിൽ ഡെസ്ക്ടോപ്പിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ പാരൻ്റാണ്, ഡെസ്ക്ടോപ്പിൻ്റെ പാരൻ്റാണ് ആര്, യൂസർ അല്ലേ. അപ്പോൾ യൂസറിൻ്റെ സബായിട്ടൊരു സംഭവം ഡെസ്ക്ടോപ്പിൽ നിന്നുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം നിലവിൽ ഡെസ്ക്ടോപ്പിലുള്ള ആയതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കീ എന്ന് പറയുന്നത്, അതിന് ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ എന്ന് പറയുന്നത് -P ആണ്. അതിലൂടെ നമുക്ക് ആ ഒരു പ്രശ്നം ഓവർകം ചെയ്യാൻ പറ്റും. Okay, I think you got the concept. So that is what is meant by creating parent directories. അപ്പോൾ ഈ ഒരു ഡയറക്ടറീൻ്റെ ഈ ഒരു ട്രീ നിങ്ങളെ മൈൻഡിലുണ്ടെങ്കിൽ ഏകദേശം കാര്യങ്ങളൊക്കെ എന്താണ്, ഓക്കെയാണ്. ഡയറക്ടറി ട്രീ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഡയറക്ടറീൻ്റെ ഏറ്റവും മെയിനായിട്ട് വരുന്ന ഡയറക്ടറി ഇതാണ്. ഇതിൻ്റെ അണ്ടറിലാണ് ഇത്രയും ഡയറക്ടറീസ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ അണ്ടറിലാണ് എന്ത് വരുന്നത്, ഇത്രയും ഡയറക്ടറീസ് വരുന്നത്. ഹോമിനകത്താണ് നമ്മൾ എന്ത് വരിക, യൂസർ വരിക. ഹോമിനകത്താണ് യൂസർ വരിക. ഈ യൂസറിൻ്റെ അണ്ടറിലാണ് ഡെസ്ക്ടോപ്പും കാര്യങ്ങളൊക്കെ വരിക. യൂസറിൻ്റെ അണ്ടറിലാണ് എന്തൊക്കെ വരിക, ഡെസ്ക്ടോപ്പൊക്കെ വരിക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ ലാറി സാം എന്ന് പറഞ്ഞാൽ ആ കമ്പ്യൂട്ടറിൽ യൂസറിൻ്റെ പേര് കൊടുത്ത ലാറി സാം, ഇങ്ങനെ 2 യൂസേഴ്സ് ഉണ്ട്. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്ന ഈ കമ്പ്യൂട്ടറിൽ ഒറ്റ യൂസർ മാത്രമേ ഉള്ളൂ. അപ്പം ഡെസ്ക്ടോപ്പിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ യൂസറിൻ്റെ വേറെ സബായിട്ടുള്ള ഡയറക്ടറി ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് വേണം യൂസറിൽ പോയിട്ട് സെയിം തിങ് ചെയ്യാൻ എന്തില്ല, യാതൊരു പ്രശ്നങ്ങളുമില്ല. യൂസർ എന്ന് പറയുന്ന ഡയറക്ടറിയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഇപ്പം ചെയ്ത കാര്യം തന്നെ MKDIR ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ടെസ്റ്റ് എന്ന് പറയുന്ന ഫോൾഡർ അവിടെ ഡയറക്ടറി ഉണ്ടാക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ബട്ട് അതിൻ്റെ പാരൻറ്റ് ഡയറക്ടറി ഇല്ലാതെ ആ സംഭവം എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ എക്സിക്യൂഷൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ നൗ വി വിൽ ഡിസ്കസ് ഹൗ ടു റിമൂവ് ഡയറക്ടറീസ്. എങ്ങനെ ഡയറക്ടറീസ് ഉണ്ടാക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ, ക്രിയേറ്റിംഗ് ഡയറക്ടറി അതിന് MKDIR കമാൻഡ് ഉപയോഗിക്കുന്നു. സോ നൗ ഫോർ റിമൂവിങ് ഡയറക്ടറീസ് ക്യാൻ ബി ഡിലീറ്റഡ് യൂസിങ് ദ RMDIR കമാൻഡ്. അപ്പം ഡയറക്ടറീനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡ് ഏതാണ്, RMDIR. വെരി സിമ്പിൾ, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിലീറ്റ് എ ഡയറക്ടറി.
സോ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് വി ഷുഡ് ബി വെരി കെയർഫുൾ അല്ലേ. എന്തെങ്കിലും ഇപ്പം നമ്മളെ കമ്പ്യൂട്ടറിലായാലും ഫോണിലായാലും എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. ബിക്കോസ് വൺസ് യു ഡു ഇറ്റ് ഇറ്റ് കനോട്ട് ബി റീടേക്കൺ അല്ലേ. നമ്മൾ ഡാറ്റ പോയി കഴിഞ്ഞാൽ വി വിൽ നോട്ട് ഗെറ്റ് ദാറ്റ് ബാക്ക്, വി കനോട്ട് അൺഡു ദാറ്റ്. ഓക്കെ, അതുകൊണ്ട് തന്നെ വി വിൽ ഹാവ് ടു ബി വെരി കെയർഫുൾ വെൻ വി ആർ ഡിലീറ്റിംഗ് ഡാറ്റ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. ഇപ്പം നിലവിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡെസ്ക്ടോപ്പിൽ ലിനക്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് RMDIR എന്ന് പറഞ്ഞിട്ട് ലിനക്സ് കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, ഫെയിൽഡ് ടു റിമൂവ് ലിനക്സ് നോക്കിയോ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഡയറക്ടറി നോട്ട് എം ടി. അപ്പോൾ എം ടി ആയിട്ടുള്ള വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. എം ടി ആയിട്ടുള്ള ഡയറക്ടറി ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡാണ് RMDIR. എന്താണ് എം ടി ആയിട്ട്, അതായത് അതിലൊന്നും ഉണ്ടാകാൻ പാടില്ല. എം ടി ആയിട്ടുള്ള ഒരു ഡയറക്ടറി ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് RMDIR ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ലിനക്സ് ഡിലീറ്റ് ചെയ്യാൻ നോക്കിയിട്ട് നമുക്ക് നടന്നോ? ലിനക്സ് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ നോക്കിയില്ലേ? ഇപ്പോൾ ലിനക്സ് ഡിലീറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ നടന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ലിനക്സ് എന്ന് പറയുന്ന ഈ ഫോൾഡർ ഇത് എം ടി അല്ല, ഇതിനകത്ത് ന്യൂ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇത് എം ടി ആണെങ്കിൽ മാത്രമേ എന്ത് വെച്ച് ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, RMDIR കമാൻഡ് വെച്ചിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എം ടി അല്ലാത്ത ഡയറക്ടറീസിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു കമാൻഡാണ്. അതായത് RMDIR എം ടി ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എം ടി അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഡയറക്ടറി ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡ് വേറെ കമാൻഡാണ്. ഓക്കെ, സോ വി ആർ യൂസിങ് എ ഡിഫറെൻറ്റ് കമാൻഡ്. സോ എം ടി അല്ലാത്ത ഒരു ഡയറക്ടറിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് RM കമാൻഡ് തന്നെയാണ്. അതായത് നമ്മൾ RM കമാൻഡ് ഒരു ഫയലിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സോ RM കമാൻഡിൻ്റെ കൂടെ -R എന്ന് പറയുന്ന വാല്യൂ പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു എം ടി അല്ലാത്ത ഒരു പർട്ടിക്കുലർ ഡയറക്ടറി ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം ഈ ഒരു ഡയറക്ടറി ഡിലീറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ലിനക്സ് എന്ന് പറയുന്ന ഡയറക്ടറി എം ടി അല്ല. സോ ഇത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ വി ക്യാൻ ടൈപ്പ് RM -R സ്പേസ് ഇട്ടിട്ട് ലിനക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ this will delete our directory Linux. അപ്പോൾ ഇപ്പം നമ്മൾ ലിനക്സ് എന്ന് പറയുന്ന ഡയറക്ടറി എന്തായിട്ടുണ്ട്, ഡിലീറ്റ് ആയിട്ടുണ്ട്. സോ that is how we can delete a non-empty ഡയറക്ടറി. ഒരു non-empty ആയിട്ടുള്ള ഒരു ഡയറക്ടറി ഡിലീറ്റ് ചെയ്യുന്ന ഒരു മെത്തഡാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. So now we will discuss, as we have already told, എങ്ങനെയാണ് നമ്മൾ ഒരു പർട്ടിക്കുലർ ഡയറക്ടറിയിൽ നിന്ന് വേറൊരു ഡയറക്ടറിയിലേക്ക് പോകുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു CD കമാൻഡ് അല്ലേ. CD കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് ഒരു പർട്ടിക്കുലർ ഡയറക്ടറിയിൽ നിന്ന് വേറൊരു ഡയറക്ടറിയിലേക്ക് നമ്മൾ നാവിഗേറ്റ് ചെയ്യുന്നത് അല്ലേ. CD കമാൻഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ CD കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പർട്ടിക്കുലർ, ഫോർ എക്സാമ്പിൾ ഒരു ഡയറക്ടറി നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. സോ വി ക്യാൻ യൂസ് എ CD കമാൻഡ് ടു ചേഞ്ച് ഫ്രം വൺ ഡയറക്ടറി ടു അനദർ ഡയറക്ടറി അല്ലേ. നമ്മളിപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലോ CD സ്പേസ് യൂസർ ലോക്കൽ ബിൻ അല്ല, യൂസറിൻ്റെ അകത്ത് ലോക്കൽ എന്ന് പറയുന്ന ഒരു ഡയറക്ടറീൻ്റെ അകത്ത് ബിൻ എന്ന് പറയുന്ന ഡയറക്ടറിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നാവിഗേറ്റ് ചെയ്യാം. സോ ദിസ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. നൗ വിൽ സീ ഹൗ ടു റീനെയിം ഡയറക്ടറീസിനെ റീനെയിം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് MV കമാൻഡ് അല്ല. ഒരു നെയിം മാറ്റി കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് MV കമാൻഡ്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് ഡെസ്ക്ടോപ്പിൽ വി ആർ ഹാവിങ് മിനി ഫയൽസ്. ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡറാണ് ഫോർ എക്സാമ്പിൾ ഇൻഫോർമാറ്റിക്സ്. ഈ ഇൻഫോർമാറ്റിക്സിന് നമുക്ക് റീനെയിം ചെയ്യണമെങ്കിൽ ഇവിടുന്ന് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് നമുക്ക് റീനെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ. ഇവിടുന്ന് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് റീനെയിം ചെയ്യാം. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് കമാൻഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ആണ് പറയുന്നത്. ഇത് ഓൾറെഡി ഡെസ്ക്ടോപ്പിലാണുള്ളത്. സോ MV എന്ന് കൊടുക്കുക. ഇൻഫോർമാറ്റിക്സിനെയാണ് നമുക്ക് റീനെയിം ചെയ്യേണ്ടത് അല്ല. ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്ന ആ ഡയറക്ടറിനെയാണ്
റീനെയിം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ന്യൂ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്ന രീതിയിലേക്ക് അതിനെന്ത് ചെയ്യണം, പേര് മാറ്റണം, ന്യൂ ഇൻഫോർമാറ്റിക്സ്. ഓക്കെ, എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരെന്ത് ചെയ്തോളും, ന്യൂ ഇൻഫോർമാറ്റിക്സ് ആയിട്ട് മാറിക്കോളും. ദിസ് ഈസ് അവർ ന്യൂ ഇൻഫോർമാറ്റിക്സ്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വി വിൽ റീനെയിം, വി വിൽ റീനെയിം ഡയറക്ടറീസ്. ഓക്കെ, സോ ഓൾഡ് ഡയറക്ടറി നെയിം കൊടുക്കുക, പുതിയ ഡയറക്ടറീൻ്റെ നെയിം എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. MV കമാൻഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡയറക്ടറീസിനെ റീനെയിം ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഡയറക്ടറീസ്. ഇത്രയും കാര്യങ്ങളാണ് ഡയറക്ടറീസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഡയറക്ടറീസിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, ഫുൾ കംപ്ലീറ്റ് വിത്ത് എക്സാമ്പിൾസ് ആണ് നമ്മൾ നോക്കിയത്. സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ. താങ്ക് യു സോ മച്ച്.